வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சோத்தி பிரபாகர் ஜெயம் இருக்காங்க. வணக்கம். ஹலோ. ஓகே கைஸ், எல்லாம் பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாமா? போயிடலாம். ബാസി, യെസ് മഞ്ജു, നീ നിന്റെ ഫാമിലിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാനേ. എന്റെ മൂക്കിന് വല്ല കുഴപ്പമുണ്ടോ? ഇത് ജപ്പാ മൂക്കല്ലേ? അയ്യോ, പറയും. ഇത് വെറും മൂക്കല്ല, ഇത് ഗരുഡന്റെ മൂക്കാണ്. ഗരുഡൻസ് നോസ് ഈസ് നൈസ്, നോ? ഓഫ് കോഴ്സ്. അതൊക്കെ പോട്ടെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, ഇതൊക്കെ ഒന്ന് നമുക്ക് നേരെയാക്കണ്ടേ? ഇത് ഓടുന്നുണ്ടല്ലോ. വാച്ചിന്റെ കാര്യമല്ല, അച്ഛന്റെ കാര്യം. അച്ഛനെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടേ? ഓ നൈസ്. ബാസി ഡാഡിയും കൂട്ടി. ഡാഡി കണ്ണൂരിന് വേണ്ടി ഒരു IPL ടീം സംഘടിപ്പിക്കാനുള്ള തിരക്കിലാണ്. കണ്ണൂർ കരടീസ് ഫുൾ ടൈം ബോംബെയിലാ. ആദ്യം ഭാസ്കർ വന്നാ മതി. അച്ഛനെ കണ്ട് കാര്യങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട് എനിക്ക് ഉറപ്പാ ഭാസ്കറിനെ കണ്ടാ തന്നെ വരില്ലേ നീ? ജറൂർ ആവുംഗാ. கண்டிப்பா வருவேன். இது ஏதோ ரெஃபரன்ஸ் பண்ண ஷாருக் கான் சாங் கண்லே എല്ലാ ലാംഗ്വേജ് റെഫറൻസ് ഇരിപ്പാ. പേടിയോ ടെൻഷനോ? ഞാൻ വളരെ കൂളല്ലേ. ഓക്കേ, വളരെ cool. കം സീ യു അങ്കിൾ. ഇത് தெரிஞ்சு வரும்னு நினைக்கிறேன். ഒരേ പൊണ്ണത ലവ് பண்ணிருக்கானுங்க. നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? നിനക്കെന്താ കോങ്കണ്ണം പിടിച്ചോ? ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീയല്ല, അവൻ എങ്ങനെ ഇവിടെ? യവൻ അവൻ അവൻ அந்த பொண்ணு ஸ்கூல்ல படிச்சாங்கல்ல, 3 பேத்துக்கு ப்ரப்போஸ் பண்ணாங்கல்ல அந்த ஒரு பொண்ணு, அதான் நினைக்கிறேன். சந்தியா പ്രണയത്തിന് പാര പണിയാൻ വേണ്ടി ഇറങ്ങിയിരിക്കല്ലേ രണ്ടും. ஐயோ, நான் சொல்லல ஒரே வீட்ல 3 பொண்ணுன்னு. എന്താ റാം? ஓ ஷிட், ஒரு வீட்ல 3 பொண்ணா? நான் சொன்னேன். ഇവരെന്താ ഇവിടെ? അയ്യേ, നീ എന്താ ഈ വേഷത്തില്? നീയല്ലേ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് വരണം. ഇതാണോ സിമ്പിൾ? ഇത് വെറും സാമ്പിൾ. അത് പോട്ടെ, ഇവരെന്താ ഇവിടെ? ഇവരെന്താ ഇവിടെ? ആരവിടെ? ജഗതിയാ. ഓലി ഇയാളെങ്ങനെ ഇവിടെ? ഇവരാണോ 3 മണവളന്മാർ? എന്താ നോക്കുന്നത്? ഇതെന്റെ വീട്, ഇവർ 300 എന്റെ മക്കൾ. கடைசில அந்த பந்த பேலஸ் അടിസഖി. അടിസഖി. ഇവർ 3 പേരും ആരൊക്കെയാണെന്നാണ് എന്റെ മക്കളോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇവന്റെ അച്ഛൻ എങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ ഡയമണ്ട് കൃഷി നടത്തുന്നു. നിന്റെ തന്ത ആർക്കൈപ്പിയിൽ ഉണ്ടാക്കുന്നു. എന്റെ പെമ്പിള്ളേര് നിൽക്കുന്നോടെയാണെന്നും പറയുന്നില്ല. നിന്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരൻ. ഇന്ന് ഹോളണ്ട്, നാളെ പോളണ്ട്, മറ്റന്നാൾ തായ്ലൻഡ്, ഒലക്കട മൂട്. എന്റെ പൊന്നു മക്കളെ, ഇവർ ആരാണെന്ന് അറിയാം? എന്താടാ എന്നെ വെല്ലുവിളിച്ചല്ലോ. അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ വഴിയല്ലേ? എന്റെ കാശ് കൊണ്ട് കൊട്ടാരം ലേലത്ത് പിടിക്കാമെന്ന. കൊട്ടാരം എന്റേത് തന്നെയാകും. നിങ്ങൾ നോക്കി, അവിടെ എന്റെ 3 പെമ്മക്കളും അവരുടെ ഭർത്താക്കന്മാരും അവരെ കെട്ടാൻ യോഗ്യതയുള്ള ഭർത്താക്കന്മാരുമായി ആ കൊട്ടാരത്തിൽ തുന്തിലെതിരായി വാഴും. ഞാൻ പറയട്ടെ, இந்த பொண்ணு கரெக்டா இல்ல ப்ளே பண்ணுது. സുരേഷ് ഗോപിയുടെ പടത്തിൽ തോക്കുണ്ടോന്ന് ചോദിക്കുന്ന പോലെ പോയി. ഈ കടയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടോ? LIC ഉണ്ട്, പക്ഷെ അതൊന്നും അടയ്ക്കാറില്ല. അല്ല, പിന്നെ ഈ സാറിന് ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഉണ്ടോ? അയ്യോ, എല്ലാം ഉണ്ട്. എന്താ കാര്യം? എല്ലാം ഉണ്ട്. മുടിച്ച രസോളി. സോറി, 1000 വട്ടം സോറി. എന്റെ രഞ്ജു, എന്റെ അവസ്ഥ അറിഞ്ഞാൽ നീ എന്നെ വിട്ടുപോകുമെന്ന് പേടിച്ചിട്ടാ ഞാൻ അങ്ങനെയൊക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് നിന്റെ മനസ്സറിയാം. അങ്ങനെ ഇങ്ങനെ ഒന്നും നിനക്ക് എന്നെ മറക്കാൻ പറ്റില്ല. അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, തന്റെ ഡാഡി ചെയ്ത പണി. ഇനി ഈ ജന്മത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം. സത്യം. ഷുവർ. പേടിക്കണ്ട, വിചാരിച്ച പോലെ ഒന്നും. താങ്ക് യു. ഓരോ കള്ളം കേൾക്കണ്ട. മഞ്ജു, ഞാൻ പറയുന്നു കേക്ക്. I just want love, not your money. Money is nothing yaar. अरे मैं एक सीधा साधा लड़का हूं यार. सीधा साधा लड़का. धोनी पकड़ते हिंदी कहती चुका है. പോയാ?
ഓ ഇവിടെ നിൽക്കായിരുന്നു. അയ്യോ വേറെ പൊണ്ണ് നീ നിனைக்கிறேன். വെറും കൈയോടെ വന്നാലും നിന്നെ ഞാൻ കൊണ്ടുപോകും ഒരു മാലാഖയെ പോലെ മോളോ. ഹായ് ഹാൻസം ഇത്രയും നല്ല വാക്കുകൾ ഐ ആം റെഡി കം ഓൺ കുട്ടിന് 30% ഡിസ്കൗണ്ട് ആള് മാറിപ്പോയി. 50% വേണ്ട 50% ഒന്ന് എടുത്താ ഒന്ന് ഫ്രീ വേണ്ടേ പോ താൻ എങ്ങോട്ടാ ഈ പായണത്? എക്സസൈസ് എന്ത് രസം ഇവിടെ കൂടെ ഓടാൻ. ദിസ് ഈസ് നോട്ട് നൈസ് ഉടനെ ശരിയായിട്ടാണ് എന്നാലും ലവ് എന്റെ ശങ്കരേട്ടൻ എന്നോട് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല സീരിയല് ഓ ഇപ്പൊ നിരഞ്ജൻ ചെയ്തതിനേക്കാൾ കടുപ്പമായി പോയി. നിരഞ്ജന ഏത് നിരഞ്ജൻ? ഹരിചന്ദ്രത്തിലെ നിരഞ്ജൻ ഉണ്ണിമായോട് കാണിച്ചതിനേക്കാൾ കടുപ്പം. ഓ ടിവി ഷോ മാനസപുത്രിയിലെ തോബിയാസ് സോഫിയോട് ചെയ്തതിനേക്കാളും. நிறைய சீரியல் பைத்தியங்கள் இருக்குப்பா இந்த பேர் நிஜாலுமே. ശങ്കരേട്ടൻ കാണിച്ച നാടകത്തിൽ നഷ്ടപ്പെട്ടത് ശങ്കരേട്ടനാ? ഒരു പാവം പെണ്ണിന്റെ വിശ്വാസമാണ്. സീരിയൽ എഡിറ്റ് ഇവളോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സീരിയൽ യൂസ് Very பண்ணுங்க. good. മിസ് സഞ്ജന ദിനകരൻ പോകാൻ വരട്ടെ. പറയട്ടെ. എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ പൈത്യം. അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. Am I right, മിസ് സഞ്ജന? എങ്ങൾക്ക് അറിയില്ല ബസ്. നിന്റെ സ്നേഹം അത് മാത്രം കൊതിച്ചാണ് ഞാൻ ഈ കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞത്. നീ എന്നെ മനസ്സിലാക്കിയില്ല. ஆணி இருக்கு ஏதோ இருக்கு. I'm sorry ശങ്കു. നീ ഈ പറഞ്ഞ ஆணி இருக்கு ஏதோ குத்து போய். ഹൃദയ ധമനികളിലേക്ക് ഒരാണി പോലെ തുള. நைஸ் எடிட் பாட் ஃபன் பண்ணிருக்கானுங்கடா. பட் படத்துல நம்ம காமெடி தான் பண்ண போறோம், திருச்சி காமெடி பண்ணலாம். அது வரைக்கும் சந்தோஷம். அவங்க சீரியஸா எடுத்து நமக்கு காமெடி எடுத்தது தப்பு. அவங்களே காமெடியா தான் எடுத்திருக்காங்க. അവന്മാരുടെ പഞ്ചാരവാക്കിൽ എന്റെ മക്കള് വീണെന്നിരിക്കും. എന്നെ അതിന് കിട്ടില്ല. നിങ്ങളെ കാണാൻ 3 സഹോദരന്മാരാ വന്നിരിക്കുന്നത്. ഇവരും രാജകുടുംബക്കാരാ, കീഴൂർ രാജകുടുംബം. നിങ്ങളുടെ അവന്മാരെ പോലെ തമ്മിത്തല്ലി പാപ്പരായവരല്ല, യോഗ്യതയുള്ളവർ. നിങ്ങളെ നന്നായി നോക്കാൻ പ്രാപ്തിയുള്ളവർ. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാനിത് നടത്തും. മനസ്സിലായോ? അടിസക്കെ. யாரா அது? ചായം പലഹാരം എത്തി. അടിസക്കെ. நடுவுல இருக்கவரா எவரா? அவர் இல்லப்பா இது. നാണ മത്സരമോ? ഓ அது അശോകൻ. ഞാൻ നിൽക്കുന്നോണ്ടായിരിക്കും പോയേക്കാം. നിങ്ങൾ നാണമൊക്കെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് ചിരിച്ചും കളിച്ചും തൊട്ടും തലോടൊക്കെ ഇരിക്കും. മഞ്ചരി. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മധുരം കഴിക്കണമെന്നല്ലേ? ஆமாப்பா அசோகன் தான். ചായ കുടിക്കണം. അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ? இவருக்கு பிரதர்ஸ் இருக்காங்களா? அவரும் வந்து இது வேற போல இருக்கு. എനിക്കും ராயல் ஃபேமிலி. കളി വാങ്ങறதுக்காக பண்ணிருக்காங்க போல പൊടിച്ച്. ചായ കുടിക്കലോ. സോറി. അതാ അവിടെയാണ് ബാത്റൂം കേട്ടോ. അതാ അവിടെയാണ് ബാത്റൂം കേട്ടോ. കേട്ടോ. അതെ ഇത് തന്നെയാണ് ബാത്റൂം കേട്ടോ. അല്ല നിങ്ങൾ നേരത്തെ റിഹേഴ്സൽ ചെയ്ത് പറഞ്ഞ പോലെ തോന്നല്ലോ. അയ്യോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. തോന്നിയതായിരിക്കും. ഇവിടെ വേറെ വാസമില്ല. നിന്നൊക്കെ പതപ്പിക്കല്ല, പൊതപ്പിച്ച് കിടന്നു ഞാൻ. இதுல ஒண்ணு கூடிட்டாங்க இப்ப இவனுங்க. பொண்ணு விஷயத்துல ஒண்ணு கூடிட்டாണ്. കൊറേ നാളോട്ട് ആഗ്രഹിക്കായിരുന്നു. ഇതാണോ വലിയ കാര്യം? ഇനി 1 മാസത്തേക്ക് സോപ്പ് വെച്ച് കുളിക്കണ്ടല്ലോ. അതെ, തിരുവാറിന്റെ പണി ചെയ്താൽ മതി, ഉപദേശം വേണ്ട. അയ്യടാ, നിന്നെയൊക്കെ കൊണ്ടാണല്ലോ ഞാൻ കൊട്ടാരം പിടിക്കാൻ പുറപ്പെട്ടത്. ആളം കെട്ടവന്മാര്. അത് ചേട്ടാ ഒരടി മുന്നോട്ട് വെക്കരുത്, അവിടെ നിന്നാ മതി. அவர்தான் அது. തിണ്ടികളെല്ലാം കൂടെ കുളിപ്പിച്ച് കിടത്തിയപ്പോ സമാധാനമായി അല്ലേ? കാണാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി മാപ്പു. മോനെ അശോക അത് മിണ്ടി പോരുത്. ഇനി എന്റെ അവന്മാര് ഞാൻ വിടില്ല. ഇന്നേ വരെ ആ ചെറ്റകളെ എനിക്കിട്ട് വെച്ചതിന് എണ്ണി അതല്ലടാ, എണ്ണി ഞാൻ കടക്ക് തീർക്കുമ്പോ என்னாச்சு? ഓ முடிச்சா? എന്തെങ്കിലും ഡയലോഗുള്ള വേഷമാണോ? വാഴൂർ ജോസഫും വിചാരിച്ച നടക്കൂന്നേ. എത്ര നാളെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയെങ്കിലും. ആ ശരി, ഓക്കെ. എന്തായി? പതിവ് ഡയലോഗ് തന്നെ. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം. എന്റെ മനസ്സ് പറയുന്നു ഇത് ശരിയാകും. ഇത് കൊറേ ശരിയാകും. ദൈവം തമ്പുരാൻ വിചാരിച്ചിട്ട് ആ പല്ല് ശരിയാക്കാൻ പറ്റില്ല. നീ വായിന്ന് കേട്ടേ. നീ ഇങ്ങനെ പിണങ്ങല്ലേ. നിന്റെ ഈ പല്ലും എന്റെ ഈ തലയും അതല്ലേ നമ്മുടെ മനപ്പൊരുത്തം. അതല്ല ഞാൻ പറഞ്ഞത്. പെണങ്ങല്ലേനാ സെൽഫ് பண்ணாதன்னு குச்காத அப்படி போல. വീടില്ലാതാരും നിന്റെ അപ്പന്റെ കയ്യിലല്ലേ. நல்லா இருக்கு அந்த ഞാൻ term. വന്നത് എനിക്കൊരു ഐഡിയ.
നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അതല്ല ഒരു കാര്യം പറയാനാ. ആധാരം മോഷ്ടിക്കാം. How dare you? നീ എന്തൊക്കെയാ പറയണേ? നിന്റെ വീട്ടിൽ കയറിയിട്ട് നിന്റെ അച്ഛന്റെ ലോക്കറിൽ നിന്ന് എന്റെ വീടിന്റെ ആധാരം ഞാൻ മോഷ്ടിക്കണമെന്നോ? യു മീൻ മോഷണം? ഇതെന്തിടി നേരത്തെ പറയാതിരുന്നേ? നിന്നെ പോലൊരു കള്ളിയെ എന്റെ ഭാവി വധുവായി ഞാൻ എന്ത് പുണ്യം ചെയ്തടാ. ഇത്ര സീരിയൽ കാണുന്നവളാ ഞാൻ. അങ്ങനെ ഒരു മാത്രമേ നിനക്കുള്ളൂ. ഒന്നുമില്ല, നീ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാ. ലോക്കറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ എന്റെ കയ്യിൽ ആണോ? വരുമ്പോ തരാം. അപ്പൊ നീ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി കൃത്യം 1 മണിക്ക് 3 പേരും അതേ വില. இவனுக்கு ஜாக் ஸ்பேரோ எப்படி அவரு குடும்பி வச்சு கண்டுபிடிச்ச? മുഖം മറക്കണ്ട. இல்ல ஜாக் ஸ்பேரோ மாதிரி போல நான் கூட ஜாக் ஸ்பேரோ நினைச்சேன். ആളെ അറിയില്ല. ഇങ്ങനെ വാ. ഇങ്ങനെ വന്നാലേ കേട്ടോ. അങ്ങനെയല്ല, കറങ്ങി വാ. ആചാരങ്ങൾ എന്റെ ശംഖു ഇങ്ങനെ വാ. അതെന്തിനാ എങ്ങനെ പറഞ്ഞു? അത് ഒരു കാര്യം. ഹലോ ഹലോ, എന്തോ ഒരു കാര്യം ചോദിക്കാൻ അകത്ത് വെച്ച് ചോദിക്കാം. இது வேற ஒரு ஆளு. அப்படின்றியா? போவன் இல்ல ஒரே காஸ்டியூம் வாங்கி வந்துருக்கானுங்க. എങ്ങോട്ടായി പോന്ന്? போச்சு വെച്ചാണോ തുറക്കുന്നേ? എന്റെ കൈ താക്കോലില്ലേ? വാ. மாறிடுச்சு. இது அவன் இல்ல. ഇത് കൊള്ളാം. ദൂരെ ഫസ്റ്റ് இப்ப இவ போய் அவனை கூட்டு வர போறா. 3 பேருக்கு ஒரே அடி அட்டத்தையும் வந்திருக்கான். Irresponsibility. ஐபிஎல் வெந்தீங்க பண்ணிருக்காங்க. ஆளு வந்து பிசி முடிச்சு. எது சவுண்ட் கேக்குது என்னன்னு? டடா டடா. இது ஜேம்ஸ் பாண்ட் அண்ணன். ഗ്രേറ്റ്. സേഫ് അവിടെയാ ഉള്ളത്. രഞ്ജുവിന്റെ മുറി. രഞ്ജു രഞ്ജു ഇത് രഞ്ജുന്റെ മുറിയാ. അവൾ ഉണരും. വാ 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 വാ. ഇതാ താക്കോല്. ചെന്ന് താഴെ വരാന്തയുടെ അറ്റത്ത് നിന്നാ മതി. ഞാൻ പോയി അച്ഛനെ നോക്കിട്ട് വരാം. എന്നിട്ട് സേഫ് ഓർക്കാം. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. எல்லார்கிட்டயும் சாவி இருக்குமோ? 2 பேர் லாக்கருக்கு வராங்க. ரஞ்சுவோட ஆளு மட்டும் ഇവിടെയല്ല, വരാന്തയുടെ ആ അറ്റത്തുള്ള മുറി. അതല്ല താക്കോൽ എവിടെയെന്ന്? അതല്ലേ ഇപ്പൊ തന്നത്. ആരോ വരുന്നു. നോക്കിക്കോ നോക്കിക്കോ. ഞാനിപ്പോ എന്താ നോക്കേണ്ടത്? അവളെന്റെ കയ്യിൽ താക്കോൽ എപ്പോ തന്നു? ടോട്ടൽ കൺഫ്യൂഷൻ. പറഞ്ഞ സ്ഥിതിക്ക് നോക്കാം. ഇവിടെ ഒന്നും ഇല്ലെങ്കിലോ? ദാ താക്കോൽ. அது எல்லாத்துக்கிட்டயும் ஒரு கீ இருக்கு. அவ எடுத்து வச்சிருக்காளுங்க. പൊക്ക പൊക്ക പൊക്ക. எவடு അഞ്ചു എനിക്ക് തന്നു എന്ന് പറയുന്ന താക്കോൽ മഞ്ജു എനിക്ക് കൊണ്ടുതരുന്നു. அப்ப நெஞ்சு அட்மிஷன் தம்புறா. மஞ்சு കിലോടാ. കിട്ടിയോ? കൊന്തം. കുന്തമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതെടുത്ത് തൊലയിലൊന്ന് വെച്ചിരും. പോയിട്ട് സേഫ് വേഗം തുറക്ക്. കൊച്ചു ഗഡ്ബഡായ. ഈ ലോക്കർ കാണാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ചൂടെ? ഇതൊരു ഓട്ടോറിക്ഷ പിടിച്ചു പോണല്ലോ. ஆளுக்கு பிடிச்சு. ദാ താക്കോൽ അവിടെ. വരാന്തയുടെ അറ്റത്തുള്ള മുറിയിലല്ലേ ലോക്കർ? എന്റെ കയ്യിൽ താക്കോലുണ്ട്. ഇത് നീ വേറെ ആർക്കെങ്കിലും കൊണ്ടുകൊടറി. കാട്ടുപിടിയില്ലയോ? வேற யாருக்கு கொண்டு போய் கொடுங்க. ഇത് എനിക്കുള്ളതാണ്. 3 பேருக்கு இங்கே அதான் 3 பேருக்கு கீ வந்துருச்சு. ஆனா வேற ஆள்கிட்ட வாங்கிட்டானுங்க. ஏண்டா 3 மக்கா? அதான். 6 மக்கா. அதான். ഈ ലോക്കറൊക്കെ കൊണ്ട് ആരെങ്കിലും ഒളിപ്പിച്ചു വെക്കും. എവിടെ അന്വേഷിക്കും? കണ്ണാടിയാണല്ലേ. இது வந்து இந்த வாய்ஸ் வந்து ഗ്ലാമർ. ഈശ്വരാ. അയ്യോ ആരോ? വീണ്ടും ഞാൻ തന്നെ. ഇവിടെയും കണ്ണാടിയോ? നേരത്തെ കണ്ടില്ല. ഇത് കണ്ണാടി ഇല്ല. കണ്ണാടി ഇല്ല. കണ്ണാടി തന്നെ. എടാ കണ്ണാടി. Bloody fools. എടാ പോർക്കളെ, ഇത് കണ്ണാടി മുറി അല്ല. എടാ റാസ്കൽ. എടാ ഭാസ്കർ, നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്കൊന്നും വേറൊരു വേഷം കിട്ടിയില്ലടാ. അത് തന്നെയാണ് എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത്. மூணு ஒரே மாதிரி ஆயிடுச்சு. ஒரே டேஸ்ட். ബുദ്ധി. ഒന്ന് കൂടിയിട്ടാണ് കളിക്കില്ല. அப்பா ഞാൻ തുറക്കാം. ഞാൻ തുറക്കാം. ഇപ്പதான் சொன்னேன். പരസ്പര ധാരണ. ഞാൻ തുറക്കാം.
முருகன் ஒண்ணும் இல்ல. സത്യം പറടാ, ആരാണ് അടിച്ചു മാറ്റിയത്? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. നിനക്ക് എപ്പോഴും ഇത് തന്നെ ചോദിക്കാനുള്ളത്. എന്ത്? നിനക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എനിക്കല്ല ചോദിക്കാനുള്ളത്, നീ അല്ലേ இந்த வேர்ட் பிளே தான்பா. നിനക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന്? നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? പറയാനാവുള്ളത് എനിക്ക് നിങ്ങളെ കുറിച്ച് പോലീസിനോട്. ஓ அப்பா பிளான் பண்ணி கொடுத்துருக்காங்க. இருக்கலாம். இது நான் RRR மாதிரி எனக்கு செயின் போட்டு கூட்டு வரானு. இது இருந்துச்சுனா ஏய் சுராஜ் சுராஜ்க்கு செயின் போட்டு கூட்டு வரானு. ஓ மென்டல் அடிச்சிருக்கிறது. ഈ ചങ്ങലയൊക്കെ കൊണ്ട് എങ്ങോട്ടാ? ഗേറ്റ് പൂട്ടാനിട്ട് ചങ്ങലയോ? ഓരോരോ പ്രാന്തന്മാര്. വേണ്ട, എന്റെ ഉള്ളിലെ കൊടും ഭീകരനെ തളയ്ക്കാൻ അടുത്ത പ്രാവശ്യം ഇതിലും വലിയ ചങ്ങല വേണ്ടി വരും. അച്ഛ വീട്ടിലെ അച്ഛൻ കുഞ്ഞിനോടാ നിന്റെ കളി. വേണ്ട, ഇനി അടിക്കരുത്. മുട്ട പൊട്ടൊന്ന് നിർത്ത്. ഓ മൈ ഗോഡ്. ഈ മുട്ട പൊട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇത് കട്ടതിനല്ലേ നിങ്ങൾ എന്നെ പൊക്കിയത്. തൊണ്ടി മുതലാണ്. ഇത് പൊട്ടിയാൽ ആദ്യം കൊടുക്കുന്നത് നിങ്ങളായിരിക്കും. ഓടാകത്തേക്ക്. വെളുക്കുന്ന ഉള്ളിയാ? ജയിലിൽ കിടക്കുന്നത്. പുറത്തുനിന്ന് വെളിയവാ? ഞങ്ങള് കാരണം കുറച്ച് കൊടുത്താങ്ങടാ. അകംപുറം. ഓക്കെ. ഞാൻ വളരെ പ്രൊഫഷണൽ ആയിട്ട് പ്ലാൻ ചെയ്തതാ. ഒറ്റ രാത്രി കൊണ്ട് കുളവാക്കി. ചെറ്റകള് പച്ചട്ടികളും. ഇതാരാ? ഇത് ആര്? ആട്ടവേ ഇല്ല, സസ്പെൻസ് ഫോളോ. അതാണ്. പിച്ചക്കാരുടെ അതെ, എനിക്കൊരു സെപ്പറേറ്റ് റൂം കിട്ടിയാ കൊള്ളാം. അതെ, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു AC ഡീലക്സ് റൂം ഉണ്ട്. അത് മതിയോ? എനിക്കും വേണേ. ആ അത് മതി. ഓ ഓ ടേണിംഗ് പോയിന്റ് ഇருக்கு போல. കൊട്ടാരവന്റെ കയ്യിലൊന്ന് വന്നോട്ടെ. ഇവിടുത്തെ പോലീസുകാരെ മജിസ്ട്രേറ്റിനെ ഒക്കെ ഞാൻ നാട് കടത്തും. അവർക്ക് ഞാൻ ഭ്രഷ്ട് കൽപ്പിക്കും. പട്ട എന്നാ തോന്നുന്നത്. പട്ട് എനിക്കല്ലടാ, നിങ്ങൾക്കൊക്കെയാ. നോക്കിക്കോ, ആടിയോ പാടിയോ പ്രേമിച്ചോ, കൃഷ്ണപുരം കൊട്ടാരം ഞാൻ തിരിച്ചു പിടിക്കും. ഒന്ന് പോടാപ്പാ, വെറുതെ ഡയലോഗ് അടിക്കണം. കൊറേ നാളായല്ല സീനിൽ വന്നിട്ട് ഇതുവരെ ഒന്നും തെളിഞ്ഞു കണ്ടില്ലല്ലേ. നീ എന്തുണ്ടാക്കിയിട്ടാണ് കളിക്കുന്നത്? എക്സ്ക്യൂസ് മീ ബ്രദേഴ്സ്, എന്റെ അനിയനെ ഒരു നിലയിൽ എത്തിച്ചിട്ട് മതി എന്റെ അംഗം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോ ഞാനൊന്ന് പയറ്റാൻ തീരുമാനിച്ചു. ഉറുമി എടുത്തായിരിക്കും. എന്ത് കിടന്ന് കരയണം? ഇയാളാണോ? കണ്ണു തരില്ല. ഞാൻ ഭ്രാന്തനോ പിച്ചക്കാരനോ ഒന്നുമല്ല. കണ്ണുപൊട്ടനാണെന്ന് വേണമെങ്കിൽ. പഞ്ചാബിയോ? പഞ്ചാബിയല്ല, സഞ്ചാരി. നിങ്ങള് കൃഷ്ണപുരം കൊട്ടാരത്തെ പറ്റി പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങളൊക്കെ അവിടുത്തെ ആരാ? രാജാവ്. അതിപ്പോ തനിക്കറിഞ്ഞിട്ട് എന്തിനാ? അതെ, കൊട്ടാരത്തിലെ 3 രാജാക്കന്മാരല്ലേ. രാജഭരണത്തിനായി അംഗം കുറിക്കുന്ന ക്ഷത്രിയ രക്തം. എന്നാൽ ആരുടെ കാൽ കാശില്ല. இவர் வந்து നിങ്ങളുടെ അവസ്ഥയോർത്ത് ചിരിച്ചു പോയതാ. കൃഷ്ണപുരം കൊട്ടാരം ഞാൻ എന്നേ അറിയും. എന്റെ മുതൽപ്പണി ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളെ, മടിക്കുത്തിൽ മാണിക്യം വെച്ചുകൊണ്ട് മാറാപ്പ് പേരേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക്? മടിക്കുത്തിൽ പാലേരി മാണിക്യത്തിന്റെ സെക്കൻഡ് പാർട്ടാണോ? ഉദ്ദേശിച്ചത് ആ വിഗ്രഹത്തെ കുറിച്ചാ. ഇന്നേ വരെ കണ്ടെടുക്കാത്ത ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് നിങ്ങളുടെ കൊട്ടാരത്തിൽ നിന്നും സാമൂതിരി സേനാനികൾ ഒളിപ്പിച്ചു മാറ്റിയ തങ്ക വിഗ്രഹം. இது நம்ம மறந்து போயிட்டோம் பண்றாங்க. അന്നത്തെ മഹാറാണിയുടെ തൽസ്വരൂപത്തിൽ നിർമ്മിച്ച നെറ്റിയിൽ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഇന്ദ്രനീലക്കള്ളി കുറച്ച് ചാവ്. ഇന്നത് എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കിയാൽ ഒരു പങ്ക് എനിക്കും തരുമെന്ന് ഉറപ്പ് തന്നാൽ ആ നിധിയിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കാം. കണ്ടെത്താനായില്ല. ഞാനും ശ്രമിച്ചതാ. ഉൾവനത്തിൽ തേനീച്ച കൂട്ടത്തിന്റെ ഇടയിൽപ്പെട്ട് എന്റെ കണ്ണുകൾ ഇനി ഒറ്റയ്ക്ക് എന്നെ കൊണ്ടാവില്ല. നല്ല ബെസ്റ്റ് കഥ. ഉടനെ അയച്ചു കൊടുത്ത അടുത്ത ബാലരമയില് വരും. അതെ, ഇവന്റെ എത്ര കഥകൾ വന്നിരിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു കളവ. എന്നോട് പറയൂ പ്ലീസ്. നിധി എവിടെയാണ്? മഞ്ചുമുടലൻ 3 കൊഞ്ചുമതിലായി കുറ്റുമതിൽ ചോടുരൊന്ന് തത്വമതി മേവുന്നു നാദഹരി നാരായ. കൊള്ളാം. കള്ളക്കഥയ്ക്ക് കൂട്ടായ ഒരു കടങ്കഥ. കടങ്കഥയൊന്നുമല്ല, ശ്ലോകമാ. ഈ ശ്ലോകം മനഃപ്പാടമാക്കിയാൽ നിധിയിലേക്കുള്ള വഴി എളുപ്പം കിട്ടും. അതിനാദ്യം ഇവിടുന്ന് ജയിൽ ചാടണം. 5 മഞ്ചുമുടൽ 3 കൊഞ്ചുമതിൽ. மெமரி விட்டாரா? ஓகே, நம்ம வந்து பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். பாய்.